കൊച്ചിയിൽ നിന്നിപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. അവിടെ വൈറ്റിലയിൽ റെയിൽവേ ട്രാക്കിന് സമീപം യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. ആൻമരിയ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, രാവിലെ ഏകദേശം ഒരു 3 മണി സമയത്തോടു കൂടിയാണ് ഈ മൃതദേഹം, അത് ലോക്കോ പൈലറ്റിന് ശ്രദ്ധയിലാണ്. ആദ്യം യുവതി മൃതദേഹം ഇവിടെ കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് റെയിൽവേയിലും അതോടൊപ്പം തന്നെ പോലീസിലും വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് എന്തായാലും പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുകൊണ്ട്, അതായത് തല റെയിൽവേ ട്രാക്കിലേക്ക് വെച്ച് മറ്റു ശരീരഭാഗങ്ങളെല്ലാം പുറത്തേക്കുള്ള രീതിയിലാണ് മൃതദേഹം കിടക്കുന്നത്. ഇതിൽ ആത്മഹത്യാ സൂചന അതോടൊപ്പം തന്നെ കൊലപാതക സൂചനയും പോലീസ് തള്ളുന്നില്ല. ഈ രണ്ട് പ്രാഥമിക കാര്യങ്ങളിലാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ട് വരുന്നതേ ഉള്ളൂ. കാരണം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ 7 മണിയോട് കൂടിയേ ആരംഭിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വെളുപ്പിന് ഒരു 3 മണി സമയത്തോടു കൂടിയാണ് ഈ റെയിൽവേ ട്രാക്കിന് സമീപം, അതായത് വൈറ്റില റെയിൽവേ ട്രാക്കിന് സമീപത്തായിട്ടാണ് ഈ മൃതദേഹം കിടക്കുന്നത്. അതായത് വൈറ്റില റെയിൽവേ ട്രാക്കിൽ നിന്ന് എറണാകുളം സൗത്ത് ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു സൈഡിന്, പാലത്തിന് അടിയിലായിട്ടാണ് ഈ മൃതദേഹം കാണുകയും ചെയ്യുന്നത്. ലോക്കോ പൈലറ്റാണ് ആദ്യം വിവരം അറിയിക്കുന്നത്. ഇതിന്റെ തൊട്ട് അടുത്ത ഭാഗങ്ങളിൽ, അതായത് ഈ മൃതദേഹം കടക്കുന്ന ഭാഗങ്ങളിലെല്ലാം പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കൃത്യമായിട്ടുള്ള സൂചനകളൊന്നും പോലീസിന് നിലവിൽ ലഭ്യമായിട്ടില്ല. അവർ പറയുന്നത്, അത് വിവരങ്ങളൊന്നും പൂർണ്ണമായിട്ടും പുറത്തേക്ക് പറയാൻ വേണ്ടിയിട്ട് പോലീസ് നിലവിൽ തയ്യാറായിട്ടില്ല. കാരണം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിക്കുന്നതേ ഉള്ളൂ. 7 മണിയോട് കൂടിയാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. ഇതിനെല്ലാം ശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു കാരണം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് പോലീസ് രണ്ടും, അതായത് ആത്മഹത്യയും അതോടൊപ്പം തന്നെ കൊലപാതക സൂചനയും പോലീസ് വിട്ടുകളയുന്നില്ല. നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 30-40 വയസ്സിനിടയിൽ പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കാഴ്ചയിൽ നമുക്കും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തലഭാഗം അത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നും മറ്റ് ശരീരഭാഗങ്ങൾ പുറത്തുമായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഒരു ആത്മഹത്യ എന്ന രീതിയിലേക്കും കൂടെ, പോലീസ് ഒരു നിഗമനത്തിലേക്കും കൂടെ എത്തിയിരിക്കുന്നത്. പക്ഷേ കൊലപാതക സൂചനയും പോലീസ് തള്ളുന്നില്ല. കൂടുതൽ വിവരങ്ങളൊക്കെ നിലവിൽ നമുക്ക് ലഭ്യമായിട്ട് വരുന്നേ ഉള്ളൂ. വൈറ്റില റെയിൽവേ ട്രാക്കിന് സമീപം ഇന്ന് വെളുപ്പിനോട് കൂടിയാണ് ഈ സ്ത്രീയുടെ മൃതദേഹം കാണുന്നത്. ഉന്മേഷ്, ശരി. ആൻമരിയ സണ്ണിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.